അങ്ങനെ ഞങ്ങള് ജയ്പൂരിന്റെ സിറ്റിയിലുള്ള കാഴ്ചകൾ കാണാൻ പോകുന്ന വഴിയുണ്ട്. നമ്മൾ ആംബർ സിറ്റിയിൽ നിന്ന് വരുന്ന വഴിക്കാണ് നമുക്ക് റോഡ് സൈഡിൽ തന്നെ നമുക്ക് മാധോലേക്ക് കാണാം. അതിന് നടുക്കുള്ള ജൽമഹലും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാം. നമ്മളിപ്പോ വന്നേക്കുന്ന സമയം നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് തിരക്കുണ്ട്. പിന്നെ തന്നെയല്ല നമുക്ക് ഇവിടെ ഒരു അടിപൊളി സെറ്റപ്പ് ഉണ്ട്. വേറെ ഒന്നല്ല, ഇവിടുത്തെ ഓത്തന്റിക് ആയിട്ടുള്ള രാജസ്ഥാനി ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഫോട്ടോഷൂട്ട് നടത്താനുള്ള ഒരു സാഹചര്യം ഇവിടുത്തെ ഒരു തൊഴിൽ മാർഗമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഗ്യാങ് തന്നെയുണ്ട്. അത് അടിപൊളി സെറ്റപ്പ് ആട്ടോ, അത് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ചില പ്രശ്നങ്ങളുള്ളത് ഞാൻ അടുത്തായിട്ട് പറയാം. പെട്ടെന്ന് പറക്കുന്നളിയാലെ ബസന്തീര് കേട്ടോ എന്റെ മോൾക്ക് ഓർമ്മ വന്നത്. അടിപൊളി സംഭവം തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവര് ഈ ജൽമഹലിന്റെ ആ ലേക്കിന്റെ സൈഡിൽ കൊണ്ടു നിർത്തിയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. വൈകുന്നേരങ്ങളിലാണ് ആ ലേക്ക് നമുക്ക് നന്നായിട്ട് വിസിബിൾ ആയിട്ട് ഈ ഫോട്ടോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുള്ളൂ. ഈ സമയത്ത് അവരവിടെ കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോഴും ബാക്ക് ബ്ലീച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അവിടെ ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് നമ്മളോട് പറയുന്നത് ക്യാൻവാസ് ചെയ്യാൻ നേരത്ത് ഒരു ഫോട്ടോയ്ക്ക് 100 രൂപ എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് ഫോട്ടോ എടുക്കാൻ വരുന്നത്. നമ്മളപ്പോ അത് കേട്ടിട്ട് 100 രൂപയുള്ള ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് നമ്മൾ ഓക്കെ എന്ന് പറയും. പക്ഷെ ഇവരെ ട്രിക്ക് അതിന്റെ കളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോട്ടോയ്ക്കാണ് 100 രൂപ. അവർ വരുന്ന വഴി ഒരു 25-30 സ്നാപ്പ് അടിക്കും. പല പോസിലുള്ളത് നമ്മൾ കാണുമ്പോൾ നല്ല പലതരം പോസിലുള്ള ഫോട്ടോസ് എടുക്കും, നല്ല ഭംഗിയായിട്ട് എടുക്കും കേട്ടോ. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ജൽമഹലിന്റെ മുമ്പിലുള്ള ഫോട്ടോ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ സാധനം എടുക്കുന്ന അവർക്ക് ഉറപ്പുള്ളൂ. അപ്പൊ അവര് പറയും 25 ഫോട്ടോ ഉണ്ട്, അതിന് 100 രൂപ വെച്ച് 2500 എന്ന് പറയും. അതാണ് അതിന്റെ ട്രിക്ക്. അതിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ഹിഡൻ സാധനം അതാ. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് പേശി മേടിച്ചാലാണ് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പേശി അവരോട് പറഞ്ഞ് അവസാനം 700 രൂപയ്ക്ക് നമുക്ക് അതിന്റെ സോഫ്റ്റ് കോപ്പിയും ഒരു പ്രിന്റും ആയിട്ട് നമ്മൾ അവിടെ നിന്ന് മേടിച്ചെടുത്തു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ ജൽമഹലൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഭംഗിയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ടൗണിലേക്ക് പോരുകയാണ്. അപ്പൊ അവിടത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ അവിടുത്തെ ബിരിയാണി, ഒരു ഒത്തന്റിക് ബിരിയാണി അങ്ങോട്ട് പൂശി. അടിപൊളി സാധനമായിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. കാണാൻ വലിയ ഗുമ്മില്ലെങ്കിലും തിന്നാൻ അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പിന്നെ നേരെ പോയത് സിറ്റി പാലസിലേക്കാട്ടോ. പിടിക്കാൻ അത്ര വിഷയമില്ല, പിടിക്കാൻ വിഷയമില്ല. കാരണം അതന്നെ വയറ് മാത്രമേ ഉള്ളൂ. മസ്തകം എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ ഇങ്ങനെ പൊന്തിച്ചെടുത്തു, അതുള്ള ഓരോ മത്സരം. അങ്ങനെ നമ്മള് ജയ്പൂരിന്റെ സിറ്റിയുടെ അകത്തേക്ക് കയറാണ്ടോ. ഈ കവാടം കയറി കഴിഞ്ഞാൽ പിന്നെ പിങ്ക് സിറ്റി എന്നുള്ള അക്ഷരാർത്ഥത്തിൽ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം എല്ലാ ബിൽഡിങ്ങുകൾക്കും ആ പിങ്ക് കളറും കാര്യങ്ങളൊക്കെ. പിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മണ്ണിന്റെ കളറാണ് കേട്ടോ. അതായത് റെഡ് സ്റ്റോണും പിങ്ക് കളറിലുള്ള സ്റ്റോണും ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ബിൽഡിംഗ് നിർമ്മിച്ചതുകൊണ്ടാണ് ആ പേര് പറയുന്നത്. പിന്നെ നമ്മുടെ കൊട്ടാരത്തിന്റെ കവാടത്തിലെത്തി. ഇവിടെ പാർക്കിംഗ് ഒക്കെ വലിയ വള്ളിയാട്ടോ. ഒരു കണക്കിന് ജയസേട്ടൻ എവിടെയോ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ അങ്ങനെ കവാടത്തിലെത്തിട്ടോ. ഇവിടുന്ന് ഇനി അകത്തേക്ക് കയറാണ്. അപ്പൊ ഇത് നമ്മുടെ മാധവറാവ് സിംഗ് ആ കാലഘട്ടത്തിൽ 1600 ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നിർമ്മിച്ചതാണ്. അതിനുശേഷം സഭായി ജയ്സിംഗ് എന്ന് പറയുന്ന രാജാവായിരുന്നു, ഒന്നാമനായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. അതായത് അംബർ ഫോർട്ടില് ആയിരുന്നു ആദ്യം തലസ്ഥാനം. അവിടെ നിന്നും ജയ്പൂർ സിറ്റിയിലേക്ക് കുറച്ചും കൂടി വിശാലമായ രീതിയിലുള്ള ഒരു സ്ഥലത്തേക്ക് അവരുടെ ഭരണശിലാകാന്തരം മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കൊട്ടാരമൊക്കെ പണിതിരിക്കുന്നത്. ഇവിടെ ടിക്കറ്റ് കാശ് ഇച്ചിരി ഹെവിയാണ്, 300 രൂപ വെച്ച് പെർ പേഴ്സൺ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ ക്യാമറ, അതിനോട് ചേർന്ന് തന്നെ ഒരു സ്കൂൾ കൂടി ഉണ്ട് കേട്ടോ. ഈ ജയ്പൂർ കൊട്ടാരത്തിനോട്, സിറ്റി പാലസിനോട് ചേർന്ന് തന്നെ അവരുടെ ഇതിൽ തന്നെയുള്ള അധീനതയിലുള്ള ഒരു സ്കൂൾ കൂടിയുണ്ട്, അവരുടെ മാനേജ്മെന്റിലുള്ളത്. ഇവിടത്തെ രാജ്ഞി, അതായത് ആള് ഒരുപാട് സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നിലവിൽ നമ്മുടെ ഈ രാജസ്ഥാനിലെ ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഒരു MLA കൂടിയാണ് ഇവിടുത്തെ രാജ്ഞി. ആ രാജ്ഞിയുടെ മൂത്ത മകൻ, അതായത് ഇതിനു മുമ്പുണ്ടായിരുന്ന രാജാവിന്റെ 2 പെൺമക്കളില് ഒരു ആളുടെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ തലമുറയില് ഒരു രാജാവ് ജയ്പൂരിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ജയ്പൂർ മീൻസ് രാജധാനിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ
ഈ പ്രാവശ്യം അവരുടെ മൂത്ത മകനെയാണ് രാജാവാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ രാജാവിന്റെ പ്രായം എന്ന് പറയുന്നത് വെറും 23 വയസ്സാണ്. അദ്ദേഹം ലണ്ടനിൽ മോഡലിംഗ് പഠിച്ചുകൊണ്ടിരിക്കും. നമുക്കിവിടെ പാവക്കൂത്ത് കാണാം കേട്ടോ. കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറാനുള്ള കവാടത്തിൽ തന്നെ കേട്ടോ ഈ പാവക്കൂത്ത് എന്ന് പറഞ്ഞ കലാപരിപാടി. അത് വളരെ രസകരമായ സംഭവമാണ്. അതായത് ജയ്പൂരിന്റെ ഒരു തനത് കലാസൃഷ്ടി തന്നെയാണ് അത്. നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ ശരിക്കും ഈ കൊട്ടാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അത് അറിയപ്പെടുന്നത് ഈ ടെക്സ്റ്റൈൽ പാലസ് എന്നുള്ള രീതിയിലാണ്. കാരണം ഇവിടെ ഉള്ള രാജ്ഞിമാർ ഇവരുടെയൊക്കെ ഡ്രസ്സ് കാര്യങ്ങളും ഒക്കെ അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് പറയുന്നത്. നമ്മൾ ഇതിന്റെ അങ്ങ് ലോങ്ങി കാണുന്നതാണ് ഇപ്പൊ നിലവിലുള്ള രാജാക്കന്മാര് ജീവിക്കുന്ന ഒരു കൊട്ടാരമാണ് നമ്മൾ അങ്ങനെ കണ്ടത്. അതിന്റെ മുകളിൽ ഒരു പതാകയുണ്ട്. ഇത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേക തരം പതാകയാണ്. ഇത് നമ്മുടെ ദിവാനി കേസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അതായത് പ്രജകൾ അവരുടെ സങ്കടവും കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുന്ന ഒരിടമാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിൽക്കുന്ന രാജാക്കന്മാരെ പോലെ കുറെ ആളുകളൊക്കെ ഡ്രസ്സൊക്കെ ധരിച്ച് നിൽക്കുന്നുണ്ട്. അവര് വേറെ പ്രത്യേകിച്ച് സംഭവം വോളണ്ടിയേഴ്സ് ആണ്. അവര് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ കണ്ട ഒരു വെള്ളിക്കുടം കണ്ടോ, വളരെ വലിയത്, ഒരു 1-2 ആളുടെ വലുപ്പത്തിലുള്ള വെള്ളിക്കുടങ്ങൾ കണ്ടില്ലേ. ഇതൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കാലത്ത് ഈ രാജാവ് എവിടെയെങ്കിലും പോകുമ്പോൾ ഗംഗാജലം കൊണ്ടുപോകുമെന്ന് പറയണേ. ആൾക്ക് കുളിക്കാനും ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ ആവശ്യമാണ്, കുടിക്കാനും എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ജലം യൂറോപ്പ് വരെ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് അത്രയ്ക്ക് ആഡംബര സംഭവങ്ങൾ ജീവിച്ച ഒരു രാജാക്കന്മാരുടെ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് ജയ്പൂർ. ഇനി നമ്മൾ പോകുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഇവിടെ ക്യാമറ കാര്യങ്ങളൊക്കെ അലൗഡ് അല്ലാത്ത ഒരുപാട് ഭാഗങ്ങളുണ്ട്. വളരെ രഹസ്യം മീൻസ് രഹസ്യം എന്ന് പറയാൻ പാടില്ല. ഇത് പലതും സിനിമയിലൊക്കെ വന്നിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളാണ്. എന്തായാലും ഇത്ര റെസ്ട്രിക്ഷൻ പ്രത്യേകം പറയാൻ പാടില്ല. അപ്പൊ അവര് 2000-3000 കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊട്ടാരത്തിന്റെ ആരും സ്പർശിക്കാത്ത അല്ലെങ്കിൽ സാധാരണ ഒരു ജനങ്ങൾ പോവാത്ത സ്ഥലത്തേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന പറയുന്നത്. പക്ഷെ നമ്മളതിനൊന്നും മുൻതൊന്നുമില്ല. നമുക്ക് പുറം കാഴ്ചകൾ തന്നെ ധാരാളം. അപ്പൊ ഇവിടെ ഒരു ആനയുടെ ശില്പമൊക്കെ ഉണ്ട് കേട്ടോ. രാജാവ് വെച്ചിരിക്കുന്ന ആനയുടെ ഒരു വെള്ളക്കല്ലിന് തീർത്ത ശില്പം അതിഗംഭീര സംഭവം. അത് കണ്ടാൽ തന്നെ നമുക്ക് അതിന്റെ ഒരു പ്രൗഢി മനസ്സിലാവും. ഇതൊരു അമൂല്യ ജയ്ഗർഹ് എന്ന് പറഞ്ഞിട്ട് 40 years ഓഫ് സെലിബ്രേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അണ്ണാനുകൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഈ 40 വർഷം മുമ്പാണ് ഈ മ്യൂസിയം ഇവിടെ സെറ്റ് ചെയ്തത്. അതിന്റെ ആഘോഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കൊട്ടാരത്തിലെ അമൂല്യ വസ്തുക്കളും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു മ്യൂസിയം ഭംഗിയായിട്ട് ഇവരുടെ ചരിത്രവും ആ പഴയ പ്രൗഢിയും കാര്യങ്ങളൊക്കെ ഉയർത്തി കാണിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം സജ്ജമാക്കിയിട്ടുണ്ട്. ഈ അണ്ണാനുകൾക്ക് നമ്മൾ ഈ മനുഷ്യരെ കണ്ട് പരിചയമായതുകൊണ്ട് അവർക്ക് പേടിയൊന്നുമില്ല. ഇപ്പം പഴയ പോലെ ഓടിപ്പോക്കോ കാര്യങ്ങളൊന്നുമില്ല. അവർ നമ്മളായിട്ട് ഫെമിലിയർ ആണ്. അപ്പോൾ ഫുഡൊക്കെ എന്തെങ്കിലും പഴമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ തിന്നും, നമ്മുടെ അടുത്ത് വരും. അങ്ങനെയുള്ള പരിപാടികൾ ഈ കൊട്ടാരമുറ്റത്ത് ഇങ്ങനെ എന്താ പറയുക, ഈ ചത്തുരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഓടിയെടുക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. പിള്ളേരൊക്കെ എക്സൈറ്റഡ് ആണ് ഇത് കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ കൊട്ടാരം ഇങ്ങനെ തല ഉയർത്തി നിൽക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ടെക്സ്റ്റൈൽ പാലസ് എന്ന് പറയുന്ന ഇത് ഇങ്ങനെ ഇവിടെ ഗംഭീരമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. മ്യൂസിയത്തിലൊക്കെ നല്ല തിരക്കാട്ടോ. ഈ വെക്കേഷൻ സമയം ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ആളുകൾ ഇവിടെ കാണാനായിട്ട് എത്തുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റും ഈ നടന്ന് കാണാൻ ഒരുപാട് ഉണ്ട് കേട്ടോ. അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോണത് ജന്തർ മന്ദിർ കാണാനാട്ടോ. ജന്തർ മന്ദിറും
അതിൻ്റെ സംഭവങ്ങളും മ്യൂസിയവും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമല്ല. അതായത് പഴയ കാലത്തെ ഈ അസ്ട്രോണമി, അതുപോലെ തന്നെ ഈ സമയം നോക്കാനുള്ള സംഭവങ്ങളും കുറച്ച് രാജാവിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു മേഖലയാണ് അത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അന്ന് സ്ഥാപിച്ചതാണ്. മാധവറാവ് എന്ന് പറയുന്ന സിംഗ് രാജാവാണ് അത് അന്ന് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റണതുണ്ടല്ലോ ഈ പ്രാവുകൾ. നമ്മൾ കാണുമ്പോൾ ഇവിടെ അമരീഷ് പുരിയുടെ തൊട്ട്, നമ്മുടെ ദിൽവാലയിലെ അമരീഷ് പുരിയുടെ തൊട്ട് ഒരു മനുഷ്യൻ, പ്രൗഢഗംഭീരമായ ഒരു മനുഷ്യൻ നിന്ന് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു അടിപൊളി കാഴ്ചയുണ്ട് കാണുന്നത്. അത് ചില പ്രാവുകളൊന്നുമല്ല, ആയിരക്കണക്കിന് പ്രാവുകളാണ് ഇവിടെ ഇങ്ങനെ വന്നു കൂടുന്നത് ഈ ഭക്ഷണം കിട്ടാനായിട്ട്. ഇതൊരു സ്ഥിര സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തട്ടും ഒരു പാത്രവും അദ്ദേഹം എന്നും ചെയ്തൊരു പ്രവൃത്തിയാണെന്ന് നമുക്കത് കണ്ടാലറിയാം. മിക്കവാറും 2 നേരവും ഇങ്ങനെ ചെയ്യുന്നൊരു രീതി അവിടെ നമുക്ക് ആ പ്രാവുകളുടെ വരവും ആ കൂട്ടമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര കൗതുകം ഉണ്ടാവും. कहाँ से हैं आप? और केरल से। क्या करते हैं आप? जस्ट वीडियो बनाते हैं। अच्छा, അദ്ദേഹം എന്നോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടോ. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പകച്ച് പേടിച്ച് നിന്ന്. ഞാനിങ്ങനെ ഈ കോലും കൂടിയൊക്കെ ആയിട്ട് ഈ പ്രാവുകളെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ പുള്ളി വളരെ സൗഹൃദപരമായിട്ട് നമ്മൾ സംസാരിച്ചു, അടിപൊളിയായിട്ട് പോയി. നമ്മളവിടുന്ന് കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്ത് അടിപൊളി കാഴ്ചയായിട്ടത്. എന്തായാലും പ്രാവുകളും അതിങ്ങനെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ പറന്നു വരുന്നതൊക്കെ കാണുമ്പോൾ തന്നെ പ്രത്യേക അനുഭൂതിയാണ്. അങ്ങനെ ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങി. എല്ലായിടത്തും വന്നിരുന്ന് കാണാം. ഹവാമഹലിനെ കുറിച്ചുള്ള വിശേഷണമാണ് ജേസൺ ചേട്ടൻ പറഞ്ഞത്. രാജകുമാരിമാർക്ക് വായി നോക്കാനുള്ള ഒരു സ്ഥാനം അതാണ് ഈ ഹവാമഹൽ. 953ഓളം ജനാലുകളുള്ള ഒരു അത്ഭുത നിർമ്മിതിയാട്ടോ ഈ ഹവാമഹല്. അതിങ്ങനെ റോഡ് സൈഡിൽ തന്നെയാണ്, വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കതിനെ ഇറങ്ങി നിന്നും ഉള്ള ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടെ തിരക്കുള്ള റോഡാട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹവാമഹൽ ഇത്ര ഭംഗിയുള്ളൊരു നിർമ്മിതി ഇവിടെ ഉണ്ടാവാൻ കാരണം പണ്ട് കാലത്ത് ഈ രാജാക്കന്മാർക്ക് എല്ലാവർക്കും എല്ലായിടത്തും ഇറങ്ങാനും പുറത്തു പോകാനും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ രാജകുമാരികൾ, അതായത് അന്തർജനങ്ങൾ എന്ന് പറയാൻ വേണമെങ്കിൽ, അപ്പോൾ അല്ലെങ്കിൽ കൊട്ടാരത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് ഈ പുറത്തു നടക്കുന്ന കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒരു വഴിയില്ല. അപ്പോൾ അന്നത്തെ രാജാക്കന്മാർ ഈ സ്ത്രീകളെ എനിക്ക് പുറത്ത് കാണാത്ത രീതിയിൽ അവർക്ക് ഈ കാഴ്ചകൾ കാണാൻ വേണം. ടിവിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നാണെങ്കിൽ CCTV വെച്ചിട്ട് അകത്ത് വലിയൊരു സ്ക്രീൻ വെച്ച് കൊടുത്താൽ എല്ലാവർക്കും അതിൻ്റെ മുമ്പിൽ വന്നിരുന്ന് കാണാമായിരുന്നു. അപ്പോൾ ആ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒരു CCTV തുല്യമായിട്ടുള്ള ഒരു സംഭവമാണ് അന്നത്തെ ഒരു സജ്ജീകരണം. വലിയൊരു ഇതുണ്ടാക്കിയിട്ട് മതിൽ പോലെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇതിന് ബേസ്മെൻ്റ് ഇല്ല എന്ന് പറയണത്. ബേസ്മെൻ്റ് ഇല്ലാത്തൊരു നിർമ്മിതിയാന്ന് പറയണത്. അതാണ് അതിൻ്റെ അത്ഭുതം. പിന്നെ ഇതിൻ്റെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വ്യൂ ആണത് ആ റോഡ് സൈഡിൽ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കച്ചവടം അന്നത്തെ പോലെ തന്നെ ഇന്നും വ്യാപാര കേന്ദ്രങ്ങളും കച്ചവട സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരുപാട് കഫേകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ കഫേയിലിരുന്നിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ പ്രത്യേക വ്യൂ ആണല്ലോ. അപ്പം അതുകൊണ്ട് അവിടെ ഒരു കഫേയിൽ ഒരു ചായക്കൊക്കെ 100 രൂപയ്ക്കാണ്. കാരണം ഈ വ്യൂ ആണ് ആ ചായയുടെ വില. അപ്പോൾ നമ്മളവിടെ കയറിയിട്ട് ഒരു 100 ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, കാര്യങ്ങളൊക്കെ എടുക്കാം. ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെ നിന്ന് ഇങ്ങനെ എടുത്തു. സഞ്ചാരികളുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യതർക്ക വന്നൂർ മുന്നൂർ ഇലക്ട്രിക് റിക്ഷയിലും കാര്യത്തിലൊക്കെ വന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ നിറഞ്ഞ് കവിയും യാത്രക്കാരുടെ ഒരു ഭയങ്കരമായ അപ്രമാദിത്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഭംഗി അത് നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാലോ, അതിൻ്റെ ഒരു നിർമ്മിതിയുടെ ഒരു സംഭവം. അപ്പോൾ ശരിക്കും രാജ്ഞിമാർക്ക് വായി നോക്കാനുള്ള ഇടം, അങ്ങനെയാണ് ജേസൺ ചേട്ടൻ പറഞ്ഞത്. എന്തായാലും റോഡ് നിറഞ്ഞ് കവിഞ്ഞ് വണ്ടികളാണ് എപ്പോഴും. ഇത് തന്നെയാണ് അതിന് കാരണം. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജയ്പൂർ സിറ്റിയിലെ മെയിൻ ഒരു സെൻറ്ററാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ജനങ്ങളാണ്. അത് ഇവിടത്തുകാരല്ല, നേറ്റീവ് പ്ലേസിലുള്ള ആളുകൾ ജോലി സംബന്ധമായിട്ടാണ് ഈ വണ്ടികളിലൊക്കെ പോകുന്നത്. ബാക്കിയൊക്കെ ടൂറിസ്റ്റുകളാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശികളും ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ സ്വദേശീയർ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ഗംഭീര സംഭവമാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ ഇപ്പം നമ്മൾ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ ഈ ഹവാമഹലിൻ്റെ മുമ്പിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന്
നേരെ സിറ്റിയുടെ സെന്ററിലേക്ക് വന്നതാ. നമ്മൾ ഈ പിങ്ക് സിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, ചുറ്റും പിന്നെ എന്തിനാ പോണോ കടി ആ കുടികൾ എന്താണ് കോഡ് വെച്ചിരുന്നതാണ്. അല്ല അത് ഒരു ഇതിന്റെ ടാഗ് പോലെ സാധനം വെക്കത്തില്ല, പ്ലാസ്റ്റിക്കിന്റെ നമുക്ക് അത് വെക്കാൻ വേണ്ടി സൈഡ് ലൈറ്റ് എടുക്കുന്നതായിരിക്കും. അതിൽ ഇളക്കിയുള്ളതാണ്. പഴമ നിലനിർത്താൻ വേണ്ടി ഒരു ഒരുപാട് ശ്രമിക്കുന്നുണ്ടോ? പഴമ നിലനിർത്താൻ വേണ്ടി പറയണ ലെറ്റർ എഴുത്തും ബോർഡുകളൊന്നും ഇല്ലല്ലേ കടകൾക്ക്. മേളിലത്തെ എല്ലാ ഇതിന്റെ ഗോഡൗണുകളും കാര്യങ്ങളൊക്കെ സ്റ്റോറൊക്കെ പിന്നെ റിസൾട്ടും. അതും വൈറ്റിൽ ബ്ലാക്ക് വെച്ച് എഴുതാനും പാടില്ല. അത് മറ്റേ ഇതല്ല ഫിക്സഡല്ല, വെറുതെ മറ്റ് അഡ്ജസ്റ്റ് പൊളിച്ചളയുന്ന രീതിയിലാണ്. നിങ്ങൾ അടുത്തുള്ള പോട്ടെ പെർമനന്റ് ഇല്ല. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ ജയ്പൂരുള്ള ഒരു ഷോപ്പുകൾക്കും ഫ്ലെക്സിൽ പ്രിന്റ് ചെയ്ത ബോർഡുകളോ ലൈറ്റ് ബോർഡുകളോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ പാടില്ല. എല്ലാം വൈറ്റിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്കിൽ വൈറ്റ് വെച്ച് എഴുതണ നെയിം ബോർഡുകളോ പാടുള്ളൂ. അതും എനിക്ക് തോന്നുന്നു പ്രാദേശിക ഭാഷ, അതായത് ഇവിടുത്തെ ഭാഷ ഹിന്ദിയാണെങ്കിൽ ആ ഭാഷയിൽ തന്നെയാണ് അവർക്കത് എഴുതാനുള്ള അനുമതിയുള്ളൂ. സർക്കാർ അങ്ങനെയുള്ളൊരു ക്രൈറ്റീരിയയാണ് നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പുകളുടെ പേരും കാര്യങ്ങളൊക്കെ യുണീക്കാണ്. ഇപ്പം നമുക്കിതിലേതാ തുണിക്കട ഏതാ, ജ്വല്ലറി ഏതാ, അല്ലെങ്കിൽ ചെരുപ്പുകട ഏതാ, അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ. എന്നാൽ അത് ഇവിടുത്തുകാർക്കത് ഇതാവും. നമുക്ക് കണ്ടതൊക്കെ ഒരു കടയായിട്ട് തോന്നണം. പുറത്തുനിന്ന് തന്നവർക്ക് ശരിക്കും പറഞ്ഞ അത്ഭുതമാണ്. കാരണം നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു സമ്പ്രദായമുള്ളൂ നമ്മൾ കാണുന്നത്. രാത്രി ജയ്പൂർ ഒന്നുകൂടി സുന്ദരിയാവാണ്ടോ, അതിഗംഭീര കാഴ്ച. ഞാൻ പറഞ്ഞില്ലേ, ഈ പിങ്ക് സിറ്റിയുടെ ആ കളറും, അതായത് ഒരു മണ്ണിൻ്റെ പോലത്തെ ഒരു കളറും, അതിൻ്റെ കൂടെ ഈ വാംത്ത് ലൈറ്റ്, അതായത് ഇതൊക്കെ ലൈറ്റ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു സുവർണ നഗരമായിട്ടാണ് എനിക്ക് ശരിക്കും ജയ്പൂരിനെ തോന്നുന്നത്. പിങ്ക് സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പിങ്ക് കളർ അല്ല ഒരിക്കലും ഈ പിങ്ക്. അപ്പം നമ്മുടെ ഈ ഹവാമഹൽ രാത്രി അതിസുന്ദരിയായിട്ട് നിൽക്കാം കേട്ടോ. അങ്ങനെ സിറ്റിയുടെ തിരക്കൊക്കെ ഞങ്ങൾ നല്ലോണം ആസ്വദിച്ചു. ശരിക്കും പെട്ടു എന്നാണ് പറയുന്നത്, ആസ്വദിക്കുകയല്ല. ശരിക്കും ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആസ്വദിക്കാണ്ട് പറ്റൂലല്ലോ. അങ്ങനെ നമ്മൾ ഇന്ന് മൊത്തം കറങ്ങി ആവശ്യതയായി. ഇനിയിപ്പോൾ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ബിർള മന്ദിറാണ്. നമ്മുടെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ബിർള മന്ദിർ. വൈറ്റ് കളറിൽ വൈറ്റ് മാർബിൾ വെച്ചിട്ട് അതിമനോഹരമായൊരു സൃഷ്ടി. ഈ ബിർള മന്ദിർ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, പക്ഷേ ജയ്പൂരിലുള്ള ബിർള മന്ദിർ അതിപ്രശസ്തമാണ്. അവിടുത്തെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ അതിഗംഭീരമാട്ടോ. അതിനോട് ചേർന്ന് തന്നെ വലിയൊരു ഹില്ലുണ്ട്, അതിൻ്റെ മുകളിലാണ് യഥാർത്ഥത്തിലുള്ള ക്ഷേത്രം. പക്ഷേ അത് സൗകര്യാർത്ഥം ആ മല കയറാൻ അല്ലെങ്കിൽ ട്രക്കിങ്ങിന് സാധ്യമാവാത്ത ഭക്തജനങ്ങൾക്ക് കൂടി കാണാവുന്ന രീതിയിൽ അതിൻ്റെ അടിവാരത്ത് അതിമനോഹരമായൊരു വെണ്ണക്കല്ലിൽ തീർത്ത അതിഗംഭീരമായിട്ടുള്ളൊരു അമ്പലം കൂടിയുണ്ട്. അതാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്.